ബെഞ്ചമിൻ സെസ്കോ യുദ്ധം ഫൈനലി അത് അവസാനിച്ചിട്ടുണ്ട്. ബെഞ്ചമിൻ സെസ്കോ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൺഫേംഡ്. അദ്ദേഹം ഓൾമോസ്റ്റ് എല്ലാ ഡോക്യുമെൻസും സൈൻ ചെയ്ത് കഴിഞ്ഞ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് എന്നുള്ളതാണ് ഫെബ്രിസിയോ റൊമാനോ അടക്കം കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു വാർ തന്നെ ഉണ്ടായിരുന്നു, ഒരു ബാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ബെഞ്ചമിൻ സെസ്കോക്ക് വേണ്ടി. ബെഞ്ചമിൻ സെസ്കോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും, RB ലീപ്സിഗിൻ്റെ താരമായിരുന്നു. 2023 RB ലീപ്സിഗിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. അദ്ദേഹം ഒരു 2029 വരെ അദ്ദേഹത്തിന് RB ലീപ്സിഗിൽ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തെ സൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യണമായിരുന്നു. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വൺ ഓഫ് ദി മെയിൻ ബാറ്റിൽ എന്ന് പറയുന്നത്, അതായത് അവർ വാർ ചെയ്യുന്നത് ആരുമായിട്ടാണ്? ന്യൂകാസിൽ യുണൈറ്റഡുമായിട്ട്. ന്യൂകാസിൽ യുണൈറ്റഡ് എന്ന് പറയുന്നത് അവർക്കൊരു പണം ഒരു വിഷയമല്ല. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലബിന് ലാക്ക് ഓഫ് ഹിസ്റ്ററി ഉണ്ട്. അവർക്ക് ചരിത്രം ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട് ആ ഒരു ക്ലബിന്. അതുകൊണ്ടായിരിക്കും മേ ബി, എനിക്കറിയില്ല. ന്യൂകാസിൽ യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ സ്ട്രൈക്കറായിട്ടുള്ള അലക്സാണ്ടർ ഇസാക്ക് ഈ ഒരു സീസൺ കഴിയുന്നതോടുകൂടി ന്യൂകാസിൽ യുണൈറ്റഡ് വിടുകയാണ് എന്നുള്ളത് അദ്ദേഹം ക്ലബിനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ലിവർപൂൾ അലക്സാണ്ടർ ഇസാക്കിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അലക്സാണ്ടർ ഇസാക്കിന് നല്ലൊരു എമൗണ്ട് തന്നെ വെച്ചിട്ടുണ്ട്. 120 മില്യൺ പൗണ്ട് ലിവർപൂൾ വെച്ചിട്ട് അത് റിജക്റ്റ് ചെയ്തു ന്യൂകാസിൽ യുണൈറ്റഡ്. ഓക്കെ, അപ്പോൾ അതിലും മുകളിലാണ് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ന്യൂകാസിൽ യുണൈറ്റഡിന് അലക്സാണ്ടർ ഇസാക്കിനെ ന്യൂകാസിൽ യുണൈറ്റഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനും മുകളിലെ എമൗണ്ട് ആയിട്ടാണ്. ലിവർപൂളിന് 120 മില്യൺ പൗണ്ട് ഓൾറെഡി റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു 140-145 മില്യൺ യൂറോ ഉണ്ടത്. ഓക്കെ, അപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡിന് അലക്സാണ്ടർ ഇസാക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്ട്രൈക്കർ വേണം. അവർ തുടക്കം തൊട്ടേ നോട്ടം ഇട്ടിട്ടുണ്ട് ഈ ഒരു ബെഞ്ചമിൻ സെസ്കോക്കായിട്ട്. ബെഞ്ചമിൻ സെസ്കോയെ തുടക്കം തൊട്ടേ നോട്ടം ഇട്ടിട്ടുണ്ട്. ബെഞ്ചമിൻ സെസ്കോയുമായിട്ട് പേഴ്സണൽ ടേംസ് ഒക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമായിട്ട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വരുന്നത്. പെട്ടെന്നായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളത്തിലോട്ട് ഇറങ്ങുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് സെഞ്ചുറിയിലെ വൺ ഓഫ് ദി വേസ്റ്റ് സീസൺ, ഓക്കെ, ഏറ്റവും വേസ്റ്റ് സീസണിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ളൊരു വേസ്റ്റ് സീസണാണിത്. അതായത് ഏതോ ഒരു കാലഘട്ടത്തിൽ അവർ റെലഗേഷൻ സോൺസിലൊക്കെ പോയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് സീസൺ കഴിഞ്ഞ സീസണാണ്. 14-ാമത്തോ 15-ാമത്തോ സ്ഥാനത്തൊക്കെയാണ് പ്രീമിയർ ലീഗിലുള്ളത്. യൂറോപ്പ ലീഗിൽ ഫൈനലിൽ അവർ പരാജയപ്പെട്ടു. ഒരു ഒറ്റ ട്രോഫി പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും വേസ്റ്റ് സീസണായിട്ട് നിൽക്കുക. എന്നിട്ടാണ് ആ ഒരു സമയത്താണ് അവർ ഈ ഒരു ബെഞ്ചമിൻ സെസ്കോയെ സൈൻ ചെയ്യുന്നത്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റ് ടീം റൂബൻ അമോറിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോച്ചിനെ ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് കേട്ടോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം പ്രോപ്പർ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ വോൾഫ്സ് എഫ്സിയിൽ നിന്ന് മാത്യൂസ് കുഞ്ഞയെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്രെൻഫോർഡിൽ നിന്ന് എംബുവാമയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും 62-65 മില്യൺ പൗണ്ടിനൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അവർക്കൊരു പ്രോപ്പർ സ്ട്രൈക്കറെ വേണം. ഓക്കെ, ഹോയിലൻഡിന് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. അദ്ദേഹം എത്രത്തോളം ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അവർ ബെഞ്ചമിൻ സെസ്കോയിലോട്ട് എത്തിയത്. അപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയി ഈ ഒരു ബെഞ്ചമിൻ സെസ്കോൻ്റെ യുദ്ധത്തിൽ ഇറങ്ങിയത്. അതായത് ന്യൂകാസിൽ യുണൈറ്റഡ് ആദ്യം RB ലീപ്സിഗിന് ഒരു ഓഫർ വെച്ചു, ഒഫീഷ്യലായിട്ടൊരു ഓഫർ വെച്ചു. 75 മില്യൺ പ്ലസ് 5 മില്യൺ ആഡ് ഓൺ എന്നുള്ളൊരു ഓഫർ വെച്ചു. RB ലീപ്സിഗുമായിട്ട് സംസാരിച്ചു. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പുറത്ത് എന്ത് ചെയ്തു? അതൊക്കെ മുകളിലൊരു ഓഫർ വെച്ചു. 80 മില്യൺ പ്ലസ് 5 മില്യൺ ആഡ് ഓൺസ് അത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെച്ചപ്പോൾ RB ലീപ്സിഗ് എന്ത് ചെയ്തു? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് എന്തു? അതിന് മുകളിലൊരു സാധനം വെച്ചു. 83 മില്യൺ പ്ലസ് 10 മില്യൺ ആഡ് ഓൺസ്. ഓക്കെ, ഞാൻ ന്യൂകാസിൽ യുണൈറ്റഡ് അതിൻ്റെ മുകളിലും വെച്ച് ഈ ഒരു ബെഞ്ചമിൻ സെസ്കോക്ക് വേണ്ടി. കാരണം ന്യൂകാസിൽ യുണൈറ്റഡിന് പണം ഒരു വിഷയമല്ല. RB ലീപ്സിഗ് ന്യൂകാസിൽ യുണൈറ്റഡും ഈ ഒരു RB ലീപ്സിഗും തമ്മിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻസ്. കാരണം അവർക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഓഫറാണ്, കൂടുതൽ കാശ് അതിൽ നിന്നാണ് കിട്ടുക. പക്ഷേ ആ സമയത്താണ് ബെഞ്ചമിൻ സെസ്കോ വന്ന് RB ലീപ്സിഗിനോട് പറഞ്ഞത് തനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് പോകണം എന്നുള്ളത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ന്യൂകാസിൽ യുണൈറ്റഡിനുള്ളത് ലാക്ക് ഓഫ് ഹിസ്റ്ററിയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ടീമായി. ഏതൊരു പ്ലെയറും അങ്ങോട്ട് പോകാനൊന്ന് ആഗ്രഹിച്ചു പോകും. അങ്ങനത്തെ ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത്. ഏത് മോശം സമയത്താണെന്നില്ല. കാരണം അവിടെ ഫോം ആയി കഴിഞ്ഞാൽ ആ ഒരു ടീമിൻ്റെ വേൾഡ് മൊത്തം അറിയും, ഗ്ലോബലി ആ ഒരു പ്ലെയറിനെ അറിയും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് അലക്സാണ്ടർ ഇസാക്ക് നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പോലെ, നമ്മൾ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് അലക്സാണ്ടർ ഇസാക്കിനെ അറിയാം. പക്ഷേ അല്ലാത്തവരൊക്കെ ഈ ഒരു ലിവർപൂളിലോട്ട് അലക്സാണ്ടർ ഇസാക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അറിയാൻ തുടങ്ങിയത് ന്യൂകാസിൽ യുണൈറ്റഡിൽ അങ്ങനെ ഒരു ഇത്രയും ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട് എന്നുള്ളത്. ഒരു മാരക സ്ട്രൈക്കർ അലക്സാണ്ടർ ഇസാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ലിവർപൂളിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതാണ് ന്യൂകാസിൽ യുണൈറ്റഡിലോട്ട് പോയുള്ള പ്രശ്നം. അവിടെ എത്ര ഫോം ആയാലും ഗ്ലോബലി റെക്കഗ്നീഷൻ കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതുപോലെയല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അവിടെ ഫോമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മൾ ഗ്ലോബലി ഒരു അറിയാൻ തുടങ്ങും ആസ് എ പ്ലെയർ. ഓക്കെ, അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ സെസ്കോ
മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് വന്നത്. പിന്നെ റൂബൻ അമോറിം പ്രോപ്പറായിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ ടീമിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ബെഞ്ചമിൻ സെസ്കോയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ബെഞ്ചമിൻ സെസ്കോ RB ലീപ്സിഗിനെ അറിയിച്ചു തനിക്ക് ന്യൂകാസിൽ യുണൈറ്റഡിലോട്ട് പോവണ്ട, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ടാണ് തനിക്ക് പോവേണ്ടത് എന്നുള്ളത് RB ലീപ്സിഗിനെ അറിയിച്ചു. RB ലീപ്സിഗ് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ബിഡ് റിജക്റ്റ് ചെയ്തു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടേക്കപ്പ് ചെയ്തു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് കംപ്ലീറ്റ് എല്ലാ ഡോക്യുമെൻസും ബെഞ്ചമിൻ സെസ്കോ സൈൻ ചെയ്തു. അവരുടെ ഫ്രണ്ട് ത്രീ ഓക്കെ അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എംബുവാമയും വോൾസ് FC നിന്നും മാത്യൂസ് കുന്നയും പിന്നെ അതുപോലെ തന്നെ RB ലീപ്സിൽ നിന്ന് ബെഞ്ചമിൻ സെസ്കോയെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ റൂബൻ അമോറിം പ്രോപ്പർ പ്ലാനിലാണ് ഇനി അടുത്ത സീസണിൽ ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ സീസണിൽ യൂറോപ്പ ലീഗിൽ കുറച്ച് മാജിക്കൊക്കെ കാണിച്ചെങ്കിലും ആ ഒരു ഒളിമ്പിക് ലിയോണായിട്ടുള്ള ഒരു കംബാക്കൊക്കെ നടത്തിയെങ്കിലും പക്ഷേ പ്രീമിയർ ലീഗിൽ അത്ര നല്ല ഒരു സിറ്റുവേഷൻ അല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പ്രോപ്പർ റൂബൻ അമോറിൻ്റെ അടുത്ത സീസണിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ബെഞ്ചമിൻ സെസ്കോയുടെ വരവോടുകൂടി. ഇനിയിപ്പോൾ അലക്സാണ്ടർ ഇസാക്ക് ലിവർപൂളിലോട്ട് വരുമോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും ലിവർപൂൾ അതിനൊരു ഓഫർ വെക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അവരുടെ ഒരു 120 മില്യൺ പൗണ്ടിൻ്റെ ആ ഒരു ഓഫർ ന്യൂകാസിൽ യുണൈറ്റഡ് റിജക്റ്റ് ചെയ്തു. ഓക്കെ അപ്പോൾ ഇനി എത്ര എമൗണ്ട് അതിന് മുകളിൽ വെക്കും എന്നുള്ള കാര്യം അറിയില്ല. ഇനി ഇൻ കേസ് ലിവർപൂളിന് അലക്സാണ്ടർ ഇസാക്കിനെ കിട്ടിയില്ലെങ്കിൽ അവർ PSG ബാർക്കോളനെ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ. ഫോർത്ത് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. PSG ഒരു ബാർക്കോളയുണ്ട്, അത് മറ്റേ UCL ഫൈനലൊക്കെ കണ്ടവരാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കുറേ പേരെ കട്ട് ചെയ്ത് വന്ന് പക്ഷേ അവസാനം ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ബാർക്കോളനെ ലിവർപൂൾ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നത് ഇൻ കേസ് അലക്സാണ്ടർ ഇസാക്കിനെ കിട്ടിയില്ലെങ്കിൽ. ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത സീസണിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ബെഞ്ചമിൻ സെസ്കോയുടെയും എംബുവാമയുടെയും വോൾസ് FCയുടെ ഡെബ്യൂ മാച്ചസൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. സോ താങ്ക് യു സോ മച്ച്.